പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമസ്ത പൊതുപരീക്ഷ +2 ലിസാനുൽ ഖുർആൻ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതു രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ്. മുഴുവൻ തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്. നമുക്ക് കഴിഞ്ഞ വർഷം നടന്ന ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പർ ഉത്തരസഹിതം ആദ്യം ഒന്ന് പരിചയപ്പെടാം. തുടർന്നും നല്ല നല്ല വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ന്യൂസിലു ബിമാ യുനാസിബു. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് യോജിച്ചവ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് പൂരിപ്പിക്കാനാണ്. ഒന്നാമത്തത് ഹംസത്തു ഇസ്തിഖ്റാജ്. ഇസ്തിഖ്റാജ് എന്ന പദത്തിലെ ഹംസ ഏതാണ്? ഹംസത്തുൽ വസിൽ, വസിലിൻ്റെ ഹംസയാണ്. വസിലിൻ്റെ ഹംസ നമ്മൾ പഠിച്ചതാണ്. തുടക്കത്തിൽ വരുമ്പോൾ അതിനെ ഉച്ചരിക്കും. ഒരു പദത്തിനോട് കൂടെ ചേർന്ന് പറയുമ്പോൾ അതിനെ ഉച്ചരിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഹംസത്തുൽ വസിൽ. ഇനി ഹംസത്തു അക്കല. ഈ അക്കല എന്ന പദത്തിലെ ഹംസയോ ഹംസത്തു ഖത്അ്, അത് ഖത്ഇൻ്റെ ഹംസയാണ്. ഇനി മൂന്നാമത്തത് ഓയിറു മുൻസരിഫ്. ഓയിറു മുൻസരിഫായ പദം ഏതാണ്? ഇസ്ഹാക്ക് എന്നുള്ളതാണ്. ഓയിറു മുൻസരിഫിൻ്റെ നമ്മൾ പഠിച്ചതാണ്. ഇത്ര കാരണങ്ങളിൽ നിന്ന് രണ്ടെണ്ണം വരികയോ അല്ലെങ്കിൽ രണ്ടെണ്ണത്തിൻ്റെ സ്ഥാനത്ത് വരുന്ന ഒരു കാരണം ഉണ്ടാവുകയോ ചെയ്താൽ ആ പദം ഓയിറു മുൻസരിഫാകും. അങ്ങനെ ഓയിറു മുൻസരിഫ് ആവാനുള്ള കാരണങ്ങൾ നമ്മൾ പഠിച്ചതാണ്. ആ കാരണം വെച്ച് ഇതിൽ യോജിച്ചു വരുന്നത് ഏതാണ്? ഇസ്ഹാക്ക് എന്നുള്ള പദമാണ്. നാലാമത്തത് അക്കല്ലു അഹ്റുഫിൽ ഇസ്മി. ഒരു ഇസ്മ രൂപപ്പെടാൻ ചുരുങ്ങിയത് എത്ര അക്ഷരം വേണം? സലാസത്തുൻ, 3 അക്ഷരം വേണം. അഞ്ചാമത്തത് അബ്നിയത്തുൽ ഇസ്മി റുബാഇ മുജറദ്. റുബാഇ മുജറദിൻ്റെ ഇസ്മിനെ എടുക്കൽ യോജിച്ചത് സിത്തത്തുൻ, 6 എന്നുള്ളതാണ്. ആറാമത്തത് ഇദാ നസബ്ത ഇല മലിക്കിൻ തഖൂലു. മലിക്കിനെ നീ നിസ്ബ ചെയ്ത് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഷാഫിഈ എന്നൊക്കെ പറയുമല്ലോ, ഷാഫിക്കാരൻ എന്ന രൂപത്തിൽ മലിക്കിനെ നിസ്ബ ചെയ്ത് പറയൽ എങ്ങനെയാണ്? മലിക്കി എന്നാണ് പറയുക. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. നുമയ്യിസു സവാബ ബി ഹാദിഹി. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് നേരെ വരുന്നതിൽ നിന്ന് ശരിയായതിന് നേരെ ടിക്ക് ചെയ്യാനാണ്. ഒന്നാമത്തെ ചോദ്യം, മദ്ഹബു ഇബ്നു മാലിക്. ഇബ്നു മാലിക്കിൻ്റെ മദ്ഹബ് ഏതാണ്? 4 മദ്ഹബ് ഉണ്ട്. അതിൽ ഷാഫി മദ്ഹബുകാരനാണ് ഇബ്നു മാലിക്. രണ്ടാമത്തത് ഔസാനു ജംഇൽ കില്ലത്ത്. കില്ലത്തിൻ്റെ ജമ്മ്, കസറത്തിൻ്റെ ജമ്മൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതിൽ കില്ലത്തിൻ്റെ ജംഇനിക്ക് എത്ര വസ്നുകളുണ്ട്, എത്ര പദങ്ങളുണ്ട്? 4. 4. മൂന്നാമത്തത് മിൻ ഔസാനി ജംഇൽ കസറത്തി. ഈ കൊടുത്തിരിക്കുന്നതിൽ കസറത്തിൻ്റെ ജംഇൻ്റെ വസ്ൻ ഏതാണ്? ഫവാഇൽ എന്നുള്ളതാണ് കസറത്തിൻ്റെ ജംഇൻ്റെ മേൽ അറിയിക്കുന്നത്. ലി വസ്നി ഫാഇൽ 4. ഫാഇൽ എന്ന വസ്നിക്ക് 4 അവസ്ഥകളുണ്ട് എന്നുള്ളത് യോജിച്ചത് ഏതാണ്? ഹാലാത്ത് എന്ന പദമാണ് അവിടെ യോജിച്ചു വരുന്നത്. മറ്റൊക്കെ അവസ്ഥയാണെങ്കിലും ആ പദത്തിനോട് യോജിച്ചു വരുന്നത് ഹാലാത്താണ്. അഞ്ചാമത്തത് തുൻസബ് ഒയറു മുൻസരിഫ്. ഒയറു മുൻസരിഫിനിക്ക് നെസ്ബ് വരുന്നത് എങ്ങനെയാണ്? ഇപ്പം നമ്മൾ പഠിച്ചതാണ്, ഫത്തഹത്തോണ്ട് കസറത്തോണ്ട് എന്നൊക്കെ പഠിച്ചതാണ്. അതിൽ ഒയറു മുൻസരിഫിൻ്റെ നെസ്ബ് വരുന്നത് ബിൽ ഫതഹത്തി, ഫതഹത്ത് കൊണ്ട് നെസ്ബ് ലഭിക്കും എന്നതാണ് ശരി. മൂന്നാമത്തെ ചോദ്യം നുബയ്യിനു, വ്യക്തമാക്കാനാണ്. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ വ്യക്തമായി അതിൻ്റെ ഉത്തരം രേഖപ്പെടുത്തുക. ഒന്നാമത്തത് കൈഫിയത്തു തസ്ഈരി ഇസ്മി സുലാസി. ഒരു സുലാസിയായ ഇസ്മിനെ തസ്ഈറാക്കുന്ന രൂപം എങ്ങനെയാണ്? തസ്ഈറാക്കുന്നത് നമ്മൾ പഠിച്ചതാണ്. ഇപ്പോൾ ഇബ്ന് എന്നുള്ള പറഞ്ഞ മകൻ, ആ മകനെ ബുനയ്യ, ഓ പൊന്നുമോനെ, കുഞ്ഞിമോനെ, ഈ കുഞ്ഞി എന്ന അർത്ഥം വരുന്നതിന് വേണ്ടിയിട്ടാണ് തസ്ഈറാക്കുന്നത്. അപ്പോൾ അത് സുലാസിയായ ഇസ്മിൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. സിയാദത്തു യാഇ സാക്കിനത്തി ബഅദൽ ഹർഫി സാനിയത്തി. രണ്ടാമത്തെ ഹർഫിന് ശേഷം സുക്കൂനായ യാഇനെ വർദ്ധിപ്പിക്കൽ കൊണ്ടാണ് സുലാസിയായ ഇസ്മിൽ തസ്ഈറാക്കുന്ന രൂപം. ഈ രണ്ടാമത്തത് അഖ്സാമുൽ മഹ്സൂഫി തെർഹീമി. തെർഹീമിന് വേണ്ടി കളയുന്നതിൻ്റെ കിസ്മുകൾ.
തെർഹീം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആയിഷത്തു എന്നുള്ളതിനെ നിദ ചെയ്യുന്ന വിളിക്കുന്ന സമയത്ത് യാ ആയിഷു എന്ന നിലക്ക് വിളിക്കുമല്ലോ, അതാണല്ലോ ഈ തെർഹീം, നിദൻ്റെ സമയത്ത് വരുന്ന ഈ തെർഹീം. അപ്പോൾ അത് എത്ര കിസ്മിലേക്ക്, ഇതിൻ്റെ കളയൽ എത്ര കിസ്മിലേക്ക് വരും? ഒന്നാമത്തത് അൻ യകൂന ഹറഫൻ വാഹിദൻ, അത് ഒരു ഹറഫാകുമ്പോൾ അത് വരും. അൻ യകൂന ഹറഫൈനി, അത് രണ്ട് ഹറഫാകുമ്പോഴും വരും. അൻ യകൂന കെലിമത്തൻ, അതൊരു പദമാകുമ്പോൾ ഒരു കെലിമത്താകുമ്പോഴും വരും. ഈ കിസ്മുകളിലൊക്കെ, ഈ അവസ്ഥകളിലൊക്കെ തെർഹീമിൻ്റെ കളയൽ വരും. ഇതാണ് അതിൻ്റെ കിസ്മുകളുടെ എണ്ണം. മൂന്നാമത്തത് മതാ യജിബു റഫ്ഉലിൽ ഇസ്മി സാബിക് ഫിൽ ഇഷ്തിആൽ, ഇഷ്തിആലം ബാബിൽ മുൻകടക്കപ്പെട്ട ഇസ്മിനിക്ക് റഫ് നിർബന്ധമാകും എപ്പോൾ? ഇഷ്തിആലം ബാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്, ഒരു ആമിലിനിക്ക് അത് അമൽ ചെയ്യാനുള്ള ഇടം വേണം. അതിൻ്റേതായ ഇടത്തിൽ അമൽ ചെയ്യാതെ മറ്റൊന്നിൽ പോയി അതിൻ്റെ അമൽ ചെയ്യുമ്പോൾ, അതിൻ്റെ പണിയെടുക്കുമ്പോഴാണ് ഇഷ്തിആലം ബാബ് വരുന്നത്. അപ്പോൾ അതിന് മുൻകടക്കപ്പെട്ട ഇസ്മിന് റഫ് നിർബന്ധമാകുന്നത് എപ്പോഴാണ്? ഇതാ തഖദ്ദമ അലൽ ഇസ്മി, ഇസ്മിനേക്കാൾ മുൻകടക്കുക അദാത്തുൻ, ഒരു അദാത്ത്, ഖാസത്തും ബിൽ ഇബ്തിദായി, ഇബ്തിദാ കൊണ്ട് പ്രത്യേകമായ ഒരു അദാത്ത് ഇസ്മിനിക്ക് മുൻകടക്കുമ്പോഴാണ് സാബിക്കായ ഇസ്മിനിക്ക് റഫ് നിർബന്ധമാകുന്നത്. നാലാമത്തത് നെസ്ബുൽ ഇസ്മിൽ മുത്തഖദ്ദിമി ഫിൽ ഇഷ്തിആൽ, ഇഷ്തിആലം ബാബിൽ മുത്തഖദ്ദിമായ ഇസ്മിൻ്റെ നെസ്ബ് അലാമ, എന്തിൻ്റെ മേലിലാണ്? അല അന്നഹു മഫ്ഊലു ഫിഅലി മഅദൂഫിൻ, അത് കളയപ്പെട്ട ഒരു ഫീലിൻ്റെ മഫ്ഊലാണെന്ന അടിസ്ഥാനത്തിലാണ് നെസ്ബ് വരുന്നത്. അഞ്ചാമത്തത് ഇല്ലത്തു കൗനി സെൽമ വൈറു മുൻസരിഫ്, സെൽമ എന്നുള്ള പദം വൈറു മുൻസരിഫ് ആവാനുള്ള ഇല്ലത്ത് കാരണം എന്താണ്? അലിഫു തഅനീസിൽ മക്സൂറത്തി, മക്സൂർ ആൻഡ് തഅനീസിൻ്റെ അലിഫ് അതിലുള്ളത് കൊണ്ടാണ്. സെൽമ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ മക്സൂറായ തഅനീസിൻ്റെ അലിഫ് ഉള്ളത് കൊണ്ടാണ് സെൽമ എന്നുള്ള പദം വൈറു മുൻസരിഫ് ആകുന്നത്. നാലാമത്തത് നുജീബു, ഉത്തരം എഴുതാനാണ്. അതിലൊന്ന് ഫീമ തദ്ഖുലു ഹംസത്തുൽ വസ്ലി മിനൽ ഹറഫി, ഹറഫുകളിൽ വസ്ലിൻ്റെ ഹംസ ഏതിലാണ് പ്രവേശിക്കുക? ഇസ്മുകളിൽ പല ഇസ്മുകളിൽ പ്രവേശിക്കുമെങ്കിലും ഹറഫിൽ വസ്ലിൻ്റെ ഹംസ ഏത് ഹറഫിലാണ് പ്രവേശിക്കുക? ഫി ലാമി തഅരീഫി, തഅരീഫിൻ്റെ ലാമിലാണ് വസ്ലിൻ്റെ ഹംസ പ്രവേശിക്കുക. രണ്ടാമത്തത് കൈഫ തെർഹീമു ജാഫർ, ജാഫർ എന്നുള്ളതിനെ എങ്ങനെയാണ് തെർഹീമാക്കുക? തെർഹീം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അവസാനത്തെ അക്ഷരത്തെ കളയലല്ലേ, യാ ജാഫു എന്ന് പറയുക. മൂന്നാമത്തത് അൽ മുഖ്താറു ഫി തനാസുഇ യഅമാലുൽ അവ്വലി ഇന്ദമൻ, തനാസുഅംബാവിൽ ഒന്നാമത്തതിൽ അമൽ ചെയ്യിപ്പിക്കൽ ആരുടെ അടുത്താണ് മുഖ്താറായിട്ടുള്ളത്? ആരാണ് ഒന്നാമത്തതിൽ അമൽ ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്? ഒരു പണിക്കാരനും രണ്ട് പണിയും, അപ്പോൾ ആദ്യത്തെ പണി എടുക്കണം, രണ്ടാമത്തെ പണിയിൽ എടുക്കണം എന്ന നിലക്കാണ് ഈ തനാസും ബാബ് വരുന്നത്. ഒരു ആമിലും രണ്ട് മഴമൂലും. അപ്പോൾ ഈ ആമിൽ ഏതിലാണ് അമൽ ചെയ്യേണ്ടത്? ആദ്യത്തേതിലാണോ രണ്ടാമത്തേതിലാണോ? അപ്പോൾ കൂഫക്കാരുടെ അടുത്താണ് ഒന്നാമത്തതിൽ അമൽ ചെയ്യണം എന്നുള്ളത്, ഇന്ദൽ കൂഫിയീന. നാലാമത്തത് ഇല്ലത്താനി തൊക്കൂമാനി മക്കാമ ഇല്ലത്തേനി മാഹുമാ, രണ്ട് ഇല്ലത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന രണ്ട് ഇല്ലത്തുകൾ ഏതൊക്കെയാണ്? വൈറു മുൻസരിഫിൻ്റെ അടുത്ത് അവകൾ രണ്ട് ഇല്ലത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒറ്റ ഇല്ലത്ത്, അങ്ങനത്തെ രണ്ടെണ്ണം ഏതൊക്കെയാണ്? അത് ഒന്ന് ജംഉം മറ്റൊന്ന് അലിഫത്ത് തഅനീസി, തഅനീസിൻ്റെ അലിഫും. അഞ്ചാമത്തത് തസ്ഈറു അബ്ദി ഷംസ് മാ ഹുവ, അബ്ദി ഷംസ് എന്നുള്ളതിനെ തസ്ഈർ ആക്കുന്നത് എങ്ങനെയാണ്? തെർഹീം അല്ല, തസ്ഈർ, ഉബൈദു ഷംസ് എന്നാണ്. ആറാമത്തത് തെർഹീമു മാ ഹുവ, തെർഹീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹദഫു ആഖിറിൽ ഇസ്മി തഖ്ഫീഫൻ, തഖ്ഫീഫിന് വേണ്ടി ഇസ്മിൻ്റെ അവസാനത്തിൽ കളയലാണ്. നേരത്തെ പറഞ്ഞു തന്നെ കേട്ടോ. ഇനി അഞ്ചാമത്തത് നുതർജിമു, പരിഭാഷപ്പെടുത്താനാണ്, അതിൻ്റെ അറബി എഴുതാനാണ്. ഇദാ റക്കബ്തൽ അശറത മാ അഹദ്ദിൻ അസ്കിതി താ മഅൽ മുദക്കരി, അഷറ എന്നതിനെ അഹദിനോട് കൂടി നീ മുറക്കബാക്കിയാൽ മുദക്കറോടുകൂടി തായിനെ നീ കളയുക എന്നതാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തത് യാ ആയിഷ ലാ തുഖ്റുജി മിൻ ബൈതികി മിൻ ഗൈരി ഹാജത്തിൻ ശർഈൻ, ആയിഷ നിന്റെ വീട്ടിൽ നിന്ന് ശർഈയായ ആവശ്യം കൂടാതെ നീ പുറത്തിറങ്ങരുത്, പുറപ്പെടരുത്. മൂന്നാമത്തത്
വൽ മുത്തല്ലഖാത്തു യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന സലാസത്ത ഖുറൂഇൻ. വിവാഹമോചിതയായ സ്ത്രീ 3 ഹൈലിൽ നിന്ന് ശുദ്ധിയാവുന്നത് വരെ കാത്തിരിക്കണം. 6-മത്തത് വരുന്നത് നുക്കമ്മിലു പൂർത്തിയാക്കാനാണ്. 1-മത്തത് വമുൻതഹ ഡാഷ് വമുൻതഹ ഇസ്മിൻ ഖംസുൻ അൻതജറബ വഇൻ യുസദ് ഫീഹി ഫമാ സബ്അൻ അദാ. 2 ലിൽ വസിൽ ഹംസുൻ സായിദുൻ ലാ യസ്ബുതു ഇല്ലാ ഇദബ്തുദി ബിഹി കസ്തസ്ബിതു. 3 സഗിർ സുലാസിയൻ ഫുഇലൻ വബതാ സദാ ഫുഇലൻ അതാ. അടുത്തത് 7 നക്തുബുൽ മാന ബിൽ അറബിയ. അറബിയിൽ അർത്ഥം എഴുതാനാണ്. അറബിയിൽ തന്നെ എഴുതണം. മലയാളം അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല. അറബിയാണ് വേണ്ടത്. അൽ ജഹ്മരിഷു എന്ന് പറഞ്ഞാൽ അൽ അജൂസുൽ കബീറത്തു, അൽ ജുഹ്ദുബു അൽ ജറാദുൽ അഹ്ലറു, സിബ്രിജു അസീനത്തു. 4-മത്തത് ഖിത്റുൻ നുഹാസുൽ മദാബു. 5 അദ്ദുഇലു ഇബ്നു അവി.